ഹായ്, നാളെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മെയിൻസ് എക്സാം ഉണ്ടോ എന്ന ഈ കാര്യങ്ങൾ ഉടൻ ചെയ്യുക. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മൈൻഡ് സെറ്റ് റെഡിയാക്കുന്നത് മാത്രമാണ്. ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് പ്രാക്ടിക്കലാകാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നാളത്തെ പരീക്ഷയെ വളരെ കൂളായി നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. നല്ല രീതിയിൽ മാർക്കും ബൂസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഒന്നാമത്തെ കാര്യം നിങ്ങളിത് പറയാനുള്ളത് ഒരു യോദ്ധാവിന്റെ മൈൻഡ് സെറ്റോട് കൂടി തന്നെ, ഒരു മനോഭാവത്തിൽ തന്നെ എക്സാം ഹോളിലേക്ക് കയറുക. ഒരു യോദ്ധാവ്, ഒരു വാരിയർ, ഒരു സോൾജിയർ, ആ വ്യക്തിയുടെ ഹൈലൈറ്റ് എന്താണ്? അവൻ അല്ലെങ്കിൽ അവൾക്ക് പേടി ഉണ്ടാവില്ല, കാൽക്കുലേറ്റഡ് ആയിരിക്കും, സധൈര്യം മുന്നോട്ട് വന്ന വ്യക്തിയായിരിക്കും, സ്റ്റക്കായി നിൽക്കില്ല, പക്ഷെ ചാർജ് ചെയ്യും. ഈ ഒരു മെന്റാലിറ്റിയോട് കൂടി വേണം നിങ്ങൾ എക്സാം ഹോളിലേക്ക് പോകാൻ. പലപ്പോഴും വിദ്യാർത്ഥികൾ എക്സാം ഹോളിൽ തോൽക്കുന്നതിന്റെ റീസൺ തോറ്റുപോകുമോ എന്നുള്ള പേടി കൂടി കൂടി അതൊരു സ്വയം എന്താ പറയുക, സെൽഫ് ഫുൾഫില്ലിംഗ് പ്രോഫസി എന്ന് പറയും. സ്വയം പ്രവചിച്ച് പൊട്ടും എന്നുള്ള കാര്യം സ്വയം പ്രവചിച്ച് അത് മാനിഫെസ്റ്റ് ചെയ്യുന്ന തുല്യമാണ്. പക്ഷെ നിങ്ങൾ സധൈര്യം എക്സാമിനെ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായി നിങ്ങൾക്ക് നല്ല രീതിയിൽ മാർക്ക് ബൂസ്റ്റ് ചെയ്യാം, ടോപ്പ് റാങ്കിലേക്ക് എത്താൻ സാധിക്കും. അതാണ് ഞാൻ പറഞ്ഞത് യോദ്ധാവിന്റെ മെന്റാലിറ്റി. എക്സാം ഹോളിൽ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി, നിങ്ങളുടെ അക്കൗണ്ടബിലിറ്റി എന്ന് വെച്ചാൽ ഒറ്റ കാര്യമാണ്, ടു ഗീവ് യുവർ ബെസ്റ്റ്. നിങ്ങളുടെ ബെസ്റ്റ് പെർഫോമൻസ്. നിങ്ങൾ കുറെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു കാണില്ല, പക്ഷെ നിങ്ങൾക്ക് കിട്ടേണ്ട മാർക്ക്, നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ, ഇതൊക്കെ ഉറപ്പായും ബെസ്റ്റ് രീതിയിൽ എക്സാം ഹോളിൽ യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ളത് മാത്രമായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം. 100 ചോദ്യങ്ങൾ ഉണ്ട്, പക്ഷെ അതിൽ 100 എണ്ണത്തിന്റെ ഉത്തരം നിങ്ങൾക്ക് അറിയില്ല, അത് ആർക്കും അറിയില്ല. പക്ഷെ നിങ്ങളുടെ ടോപ്പ് റാങ്കിലേക്ക് എത്തിക്കാനുള്ള മാർക്ക് നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടും. നമുക്കത് മതി. അതുകൊണ്ട് തന്നെ ഒരു യോദ്ധാവിന്റെ മെന്റാലിറ്റിയിൽ പോവുക. നിങ്ങൾ മാർക്ക് പ്രെഡിക്റ്റ് ചെയ്യാനോ റാങ്ക് പ്രെഡിക്റ്റ് ചെയ്യാനോ, നിങ്ങൾ പഠിച്ച ചോദ്യങ്ങൾ വരുമെന്നോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് പ്രെഡിക്റ്റ് ചെയ്യാനൊന്നും നിൽക്കേണ്ട. നിങ്ങൾ ഒരേ ഒരു അക്കൗണ്ടബിലിറ്റി, നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ടു ഗീവ് യുവർ ബെസ്റ്റ് എന്നുള്ളത് മാത്രമായിരിക്കണം. നിങ്ങൾ നിങ്ങളുടെ ഇടതോ വലതോ ഇരിക്കുന്ന ആൾക്കാരുമായിട്ടല്ല കോമ്പീറ്റ് ചെയ്യുന്നത്. നാളത്തെ പരീക്ഷ നിങ്ങളോട് കോമ്പീറ്റ് ചെയ്യുന്ന എക്സാം ആയിരിക്കണം. എന്തിനെതിരെയാണ് കോമ്പീറ്റ് ചെയ്യേണ്ടത്? നിങ്ങളുടെ ഇൻസെക്യൂരിറ്റീസ്, നിങ്ങളുടെ ഫിയർ, അല്ലെങ്കിൽ നിങ്ങളുടെ എന്താ പറയുക ലാക്ക് ഓഫ് കോൺഫിഡൻസ്, ഇതുമായിട്ടൊക്കെ കോമ്പീറ്റ് ചെയ്ത് നല്ല രീതിയിൽ തന്നെ നാളത്തെ എക്സാം എഴുതാം. എക്സാം കഴിഞ്ഞ് പുറത്ത് വരുമ്പോൾ നമ്മൾ തല ഉയർത്തിപ്പിടിച്ച് തന്നെ പുറത്ത് വരിക. എക്സാം ഡിഫിക്കൽട്ട് ആവാം, ഈസി. അങ്ങനെ പേപ്പർ 1, പേപ്പർ 2 ഇതുവരെ കേട്ടിട്ടില്ലാത്ത കുറെ സിലബസ്, മാനേജ്മെന്റ്, അഡ്മിനിസ്ട്രേഷൻ, കേരള എക്കണോമിക്സ് കുറെ കിടപ്പുണ്ട്. പക്ഷെ എക്സാം കഴിഞ്ഞിട്ട് പുറത്ത് വരുമ്പോൾ നിങ്ങൾക്ക് കൊടുക്കേണ്ട ഒരു വാക്ക് ഇതാണ്: യു വിൽ ബി ഹാപ്പി. വളരെ കൂളായിട്ട് എക്സാം എത്ര ഡിഫിക്കൽട്ട് ആണെങ്കിൽ പോലും ഞാൻ ഹാപ്പി ആയിട്ട് തല ഉയർത്തിപ്പിടിച്ച് എക്സാം ഹോളിന് പുറത്ത് വരും. എക്സാം ഹോളിന് പുറത്ത് വന്നിട്ട് പിന്നെ ചോദ്യങ്ങളെ പറ്റി ഡിസ്കസ് ചെയ്യുക, കൂട്ടുകാർ അതിന്റെ ഉത്തരം എഴുതി, ഇതിന്റെ ഉത്തരം കണ്ടെത്തിയാൽ ഇതിന്റെ ആൻസർ എന്ത് വരും, ആ ചോദ്യം ക്യാൻസൽ ആവുക, അത്തരം ഡിസ്കഷൻസിലേക്ക് ഒന്നും പോകാതിരിക്കുക, മനസമാധാനത്തോടുകൂടി തിരിച്ച് വീട്ടിൽ പോവുക. ഈ ഒരു കാര്യം നിങ്ങൾ ഉറപ്പായിട്ടും ചെയ്തിരിക്കണം. കാരണം എക്സാം ഹോളിന്റെ ഉള്ളിലുള്ള നമ്മുടെ പെർഫോമൻസ് എന്ന് പറയുന്നത് എക്സാം കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളുണ്ടല്ലോ, അതും ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടും. അതുകൊണ്ട് എക്സാം കഴിഞ്ഞ് പുറത്തിറങ്ങി നിങ്ങളുടെ മനസമാധാനത്തിനെ കോംപ്രമൈസ് ചെയ്യുന്ന ഒരു കാര്യവും നിങ്ങൾ ചെയ്യില്ല. അല്ലെങ്കിൽ കട്ട് ഓഫ് പ്രഡിക്ഷന്റെ പുറകെ പോവില്ല, അല്ലെങ്കിൽ മറ്റ് ചവറിന്റെ ഒന്നും പുറകെ പോവില്ല എന്ന് നിങ്ങൾ സ്വയം ഒരു വാക്ക് കൊടുത്തിട്ട് വേണം നാളത്തെ എക്സാം ഹോളിലേക്ക് കാലെടുത്ത് വെക്കാൻ. സോ ഇതായിരിക്കണം നിങ്ങളുടെ ഒരു മെന്റാലിറ്റി. ഇനി എക്സാമിന് മുമ്പായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മൾ ഉറപ്പായും ചെയ്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ 1 by 1 ആയിട്ട് പറഞ്ഞുതരാം. എഗെയിൻ, ടെലിഗ്രാം ചാനലിലെ മെമ്പേഴ്സ് അല്ലാത്ത ആൾക്കാർ ചാനലിലെ മെമ്പേഴ്സ് ആകും കേട്ടോ. ഡെയിലി രാവിലെ ഫ്രീ മോക്ക് ടെസ്റ്റും പല അഫോർഡബിൾ ബാച്ചസും ഒക്കെ അവിടെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ചാനലിന്റെ ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്കറിയാം നിങ്ങൾ ഇപ്പം കടന്നു പോകുന്നൊരു ഫേസിൽ കൂടെ പലവാർത്തി കടന്നു പോയിട്ടുള്ള വ്യക്തിയാണ് ഞാൻ. നല്ല ടെൻഷൻ കാണും, നല്ല ആങ്സൈറ്റി, നല്ല എന്താ പറയുക ഫിയർ, അല്ലെങ്കിൽ ഇതിനൊക്കെ മൂല കാരണം തോറ്റു പോകുമോ എന്നുള്ള ആ ഒരു അകാരണമായ ഭയമാണ്. നമ്മൾ ഒന്നും പഠിച്ചിട്ടില്ല, നമ്മൾ എന്തായാലും തോക്കും കേട്ടോ. പക്ഷെ നമ്മൾ കുറെയൊക്കെ പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, കുറെയൊക്കെ നമ്മൾ ആത്മാർത്ഥമായിട്ട് പഠനത്തെ സമീപിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ജയിക്കും കേട്ടോ. പ്രൊവൈഡഡ് നമ്മൾ കോൺഫിഡന്റ് ആയിട്ട് മുന്നോട്ട് പോകും. ഏറ്റവും കൂടുതൽ പഠിച്ചവനല്ല എക്സാം ഹോളിൽ അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റ് ടോപ്പിലേക്ക് വരിക. ഏറ്റവും നന്നായിട്ട് നമ്മുടെ മൈൻഡിനെ കൂളാക്കി നിർത്താൻ കഴിയുന്ന വ്യക്തിയായിരിക്കും ടോപ്പ് റാങ്ക് ലിസ്റ്റിലേക്ക് വരിക. സോ ഇതൊരു നോളജിന്റെ ഗെയിം അല്ല, പകരം നിങ്ങളുടെ പേഴ്സണാലിറ്റിയുടെ ഗെയിം ആയിട്ട് കാണാം. അതുകൊണ്ട് തന്നെ നമുക്ക് റാങ്ക് ലിസ്റ്റ് ഓഗ്മെന്റ് ചെയ്യാനായിട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. അതിനു മുമ്പ് ഞാൻ ഒരു കാര്യം പറയാണ്. പേപ്പർ 1 ഡിഫിക്കൽട്ട് ആവാം, ഈസി ആവാം, എന്തായാലും കുഴപ്പമില്ല. പേപ്പർ 2 നിങ്ങൾ എഴുതിയിരിക്കണം. പേപ്പർ 1 എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ പേപ്പർ 2 എഴുതിയിരിക്കണം. അല്ല പേപ്പർ 1 ഡിഫിക്കൽട്ട് ആയതുകൊണ്ട് ഞാൻ സ്കിപ്പ് ചെയ്യാം, പേപ്പർ 2 എഴുതിയിട്ടും കാര്യമില്ല എന്ന് പറഞ്ഞാൽ ആരും വീട്ടിൽ പോകുന്നില്ല. കാര്യം കഴിഞ്ഞ LSTD പരീക്ഷയിൽ ഇതുപോലെ വീട്ടിൽ പോകുന്ന കുറെ ആൾക്കാർ നമ്മൾ പറഞ്ഞു വിട്ട് എക്സാം എഴുതിപ്പിച്ചിരുന്നു. അവർക്ക് റാങ്ക് ലിസ്റ്റിലേക്ക് എത്തിയിട്ടുണ്ട്. കാര്യം പേപ്പർ 1 ചിലപ്പോൾ ഡിഫിക്കൽട്ട് ആവും, PSC ഡിഫിക്കൽട്ട് ആക്കാനാണ് സാധ്യത. കാര്യം പേപ്പർ 2 വളരെ ഈസി ആക്കാൻ സാധ്യതയുണ്ട്.
അതുകൊണ്ട് തന്നെ ഒരു പേപ്പർ ഡിഫിക്കൽട്ട് ആണ് മറ്റേ പേപ്പർ എഴുതാതെ വീട്ടിൽ പോകരുത്. എല്ലാവരും അത് എഴുതിക്കോണം. നോ എക്സ്ക്യൂസസ്. അത് നിങ്ങൾ എനിക്ക് തരണ്ട. നിങ്ങളുടെ ഒരു അധ്യാപകൻ എന്നുള്ള രീതിയിൽ ഞാൻ ഇന്ന് നിങ്ങളുടെ അടുത്ത് ആവശ്യപ്പെടുന്ന ഒരു കാര്യം, ഒരു വാക്ക് നിങ്ങൾ എനിക്ക് തരണം. പേപ്പർ 1 എഴുതി കഴിഞ്ഞാൽ അത് ഡിഫിക്കൽട്ട് ആണെങ്കിൽ ഈസിയാണ്, പേപ്പർ 2 എഴുതിയിരിക്കും. ആ എൻറ്റയർ എക്സാം എഴുതിയതിനു ശേഷം മാത്രമേ നിങ്ങൾ ആ ക്യാമ്പസ് വിടുള്ളൂ എന്നുള്ളൊരു ഉറപ്പ് ആസ് എ ടീച്ചർ ഞാൻ നിങ്ങളുടെ അടുത്ത് നിന്ന് ഡിമാൻഡ് ചെയ്യുകയാണ്. നിങ്ങൾ അത് തരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ കുറച്ച് മിസ്ലേനിയസ് കാര്യങ്ങളിലേക്ക് പോവാം. നമ്മുടെ മൈൻഡ് കൂളാക്കി എങ്ങനെയാണ് എക്സാം എഴുതാൻ പറ്റുക നമുക്കൊന്ന് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കാം. ഇത് ഞാൻ മുമ്പ് പല വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഇതിൽ എക്സ്ട്രീംലി ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് ഞാൻ ഒരു ആവൃത്തി കൂടെ ചെയ്യാം. ക്വസ്റ്റ്യൻ പേപ്പർ കൈ കിട്ടിക്കഴിഞ്ഞാൽ ഒന്നാമത് ചോദ്യം തൊട്ട് നിങ്ങൾ അങ്ങനെ എഴുതാൻ തുടങ്ങണ്ട. ഫസ്റ്റിലെ 10-30 സെക്കൻഡ് പേപ്പറുകൾ ഒന്ന് മറിച്ച് നോക്കി ചോദ്യങ്ങളൊക്കെ ഒന്ന് സ്കാൻ ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് അറിയാൻ പറ്റും ചോദ്യങ്ങളുടെ ഒരു നിലവാരം ഏകദേശം എത്രത്തോളം വരുമെന്നുള്ള കാര്യം നമുക്ക് അറിയാൻ പറ്റും. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക, പേപ്പർ ഇതിപ്പോൾ നല്ല കനമുള്ളതായിരിക്കും. LSTയുടെ സമയത്ത് അതാ സംഭവിച്ചത്. പേപ്പർ കൈ കിട്ടിയപ്പോൾ തന്നെ പിള്ളേരുടെ ഗ്യാസ് പോയി. പക്ഷേ കോൺഫിഡന്റ് ആയിട്ട് പേപ്പർ വായിച്ച് തുടങ്ങിയ ആൾക്കാർക്ക് മനസ്സിലായി ഇത് വലിയ ടഫ് പേപ്പർ ഒന്നും അല്ല, ചുമ്മാ ഊതി വീർപ്പിച്ച ബലൂണാണ് എന്നവർക്ക് മനസ്സിലായി. അവരുടെ റാങ്ക് ലിസ്റ്റിലേക്ക് എത്തി. നമ്മൾ എത്ര സ്റ്റുഡൻസ് റാങ്ക് ലിസ്റ്റിലേക്ക് എത്തിയിട്ടുള്ളത്? സോ പേപ്പറിന്റെ കനം കണ്ട് നിങ്ങൾ പേടിക്കണ്ട. മസ്റ്റ് ആയിട്ട് പേപ്പർ ഒന്ന് സ്കാൻ ചെയ്ത് പൊക്കോണ്ടിരിക്കുക. ഇംഗ്ലീഷിലെ ചോദ്യങ്ങൾ മാത്രമേ വായിക്കാവൂ. മലയാളം മൊത്തം സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആയിരിക്കും, ഗ്രാമറ്റിക്കൽ മിസ്റ്റേക്ക് ഉണ്ടായിരിക്കും. മലയാളം ചോദ്യങ്ങൾ വായിച്ച് പോകരുത്, ഇംഗ്ലീഷിൽ തന്നെ ചോദ്യങ്ങൾ വായിച്ച് പരിശീലിക്കുക. ഓക്കെ, സോ പേപ്പർ കൃത്യമായിട്ട് സ്കാൻ ചെയ്യുക, ഇംഗ്ലീഷിൽ തന്നെ ചോദ്യങ്ങൾ വായിച്ച് ഉത്തരത്തിലേക്ക് എത്താൻ ശ്രമിക്കുക. ദയവായി നിങ്ങളുടെ ID കാർഡ്, ഹോൾ ടിക്കറ്റ് എല്ലാം എടുത്തു വെച്ചോണം. രാത്രി തന്നെ എടുത്തു വെക്കുക, നാളെ രാവിലത്തേക്ക് ആക്കേണ്ട കാര്യമില്ല. ഓക്കെ, രാവിലെ എന്തിനാ വെറുതെ ടെൻഷൻ അടിക്കുന്നത്? രാത്രി എല്ലാം എടുത്ത് സെറ്റായിട്ട് പോയി കിടന്ന് സുഖമായിട്ട് അങ്ങോട്ട് ഉറങ്ങാം. ഓക്കെ, സുഖമായിട്ട് അങ്ങോട്ട് ഉറങ്ങാം. ഇവിടെ ഉറക്കം സ്കിപ്പ് ചെയ്യേണ്ട. നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഇന്ന് രാത്രിയിൽ ഉറങ്ങാതിരുന്ന് പഠിച്ച് നാളെ എക്സാം ഹാളിൽ പോയി ഉറങ്ങുന്ന ട്രാജഡി നിങ്ങളായിട്ട് വരുത്തി വെക്കില്ല. വളരെ കൂളായിട്ട് തന്നെ രാത്രി കിടന്ന് ഉറങ്ങുക കേട്ടോ. ഇത് നാളെ രാവിലെ എഴുന്നേറ്റ് എക്സാം ഹാളിലേക്ക് പോയാൽ മതിയല്ലോ. ഇവിടെ ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യണമെന്ന രീതി പേപ്പർ 1ലേക്ക് വരുമ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ മാത്സ് സെറ്റ് അവസാനം അറ്റൻഡ് ചെയ്യാം. നിങ്ങൾക്ക് മാത്സ് അത്ര സ്ട്രോങ് ആണെങ്കിൽ തുടക്കത്തിൽ അറ്റൻഡ് ചെയ്തോളൂ, കുഴപ്പമില്ല. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള സബ്ജക്റ്റുകൾ, ഇംഗ്ലീഷ്, മാത്സ് അല്ല ഇംഗ്ലീഷ്, മാത്സ്, റീസണിങ് അറ്റൻഡ് ചെയ്തതിന് കുഴപ്പമില്ല. GK ചോദ്യങ്ങൾ അല്ലെ, അതൊക്കെ ആദ്യം അറ്റൻഡ് ചെയ്യാം. ടൈം കൺസ്യൂമിംഗ് എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ടോപ്പിക്സ്, ഇപ്പൊ എനിക്ക് മാത്തമാറ്റിക്സ് ആയിരുന്നു, അതുകൊണ്ട് ഞാൻ അത് ഏറ്റവും ലാസ്റ്റിൽ അറ്റൻഡ് ചെയ്യുള്ളൂ. പേപ്പർ 2ലേക്ക് വരുമ്പോൾ എല്ലാ ടോപ്പിക്സിനും ഡ്യൂ ഇമ്പോർട്ടൻസ് കൊടുക്കുക. മാനേജ്മെന്റ്, അഡ്മിനിസ്ട്രേഷൻ പോലുള്ള ഏരിയാസ് എന്ന് പറയുന്നത് എലിമിനേഷൻ ടെക്നിക്സിന് വളരെ സാധ്യതയുള്ള മേഖലകളാണ്, ജസ്റ്റ് ബിക്കോസ് അത് ഫിലോസഫിക്കൽ സബ്ജക്റ്റുകളാണ്. ഈ ടോപ്പിക്സ് നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ പോലും ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. കാര്യം പല ചോദ്യങ്ങളും കോമൺ സെൻസിന്റെ പെർസ്പെക്റ്റീവ് ഉള്ളത്. ഇങ്ങനെ മാനേജ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ, ഭരണമൊക്കെ കോമൺ സെൻഷ്യൽ കാര്യങ്ങൾ മാത്രമാണ്. ഓക്കെ, അപ്പൊ അത് വെച്ച് നിങ്ങൾക്ക് അത് അറ്റൻഡ് ചെയ്യാൻ പറ്റും. LSTDയുടെ പേപ്പർ 2 നമ്മൾ കണ്ടതാ എന്തൊക്കെ മാജിക് ആണ് നടന്നതെന്നുള്ളത്. അപ്പം അതിന് തനിയാവർത്തനമാകാനാണ് സാധ്യത നാളത്തെ പരീക്ഷയിൽ. അപ്പോൾ അതാണ് അതിന് ഒരു കാര്യം. ഇന്നിരുന്ന് ദയവായി പുതിയ ടോപ്പിക്കുകൾ പഠിക്കാൻ നോക്കരുത്. ഓൾറെഡി പഠിച്ചിട്ടുള്ള ടോപ്പിക്കുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, റിവിഷൻ നടത്താം, പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാം. അത് മതി. നിങ്ങൾ ഇതുവരെ കണ്ടിട്ടോ വായിച്ചിട്ടോ പഠിച്ചിട്ടില്ലാത്ത ടോപ്പിക് ഇന്ന് രാത്രി നിന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ നാളെ നമുക്കത് മനസ്സിലേക്ക്, ഓർമ്മയിലേക്ക് എത്തണം എന്നില്ല. ദയവായി അതൊന്നും ചെയ്യാം. മസ്റ്റായിട്ട് ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് വാമപ്പ്. യുദ്ധത്തിന് മുമ്പ് പോകുന്നതിന് മുമ്പ് ഒരു ഭടൻ വാമപ്പ് ചെയ്യും അല്ലേ? പക്ഷെ ഇതൊരു ഇന്റലക്ച്വൽ വാർഫെയർ ആണ്, ബൗദ്ധികമായിട്ടുള്ള യുദ്ധഭൂമിയാണ്. കുരുക്ഷേത്ര യുദ്ധം എന്ന് പറയാം. നിങ്ങൾ എക്സാം ഹാളിൽ കയറുന്നതിന് മുമ്പ് മാതൃകാ ചോദ്യങ്ങൾ എടുത്തു വെച്ച് അതൊന്ന് വാമപ്പ് ചെയ്യുക, തലച്ചോറൊന്ന് വാമപ്പ് ചെയ്യുക, ശരിക്കും ബ്രെയിൻ ഒന്ന് ബൂസ്റ്റ് ചെയ്യുക. മാത്സ് പ്രത്യേകിച്ച് ഒന്നിനും മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ 2-3 ആവർത്തി അങ്ങ് പഠിക്കുക. ഇവിടെ പുതിയ ചോദ്യങ്ങൾ നിങ്ങൾ ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്, ഓൾറെഡി വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ചോദ്യങ്ങൾ ഉപയോഗിച്ച് തലച്ചോറ് വാമപ്പ് ചെയ്തതിനു ശേഷം മാത്രമേ എക്സാം ഹാളിലേക്ക് കയറാവൂ. ഇതൊരു 10 മിനിറ്റ് ചെയ്യേണ്ട കാര്യം മാത്രമാണ്. ഓക്കെ, പിന്നീട് നാളത്തെ ദിവസം നിങ്ങളുടെ ദിവസമായിരിക്കും. വെറുതെ ടെൻഷൻ അടിച്ച് കുളമാക്കരുത്. നമ്മുടെ ചാനലിൽ സ്ട്രെസ് മാനേജ്മെന്റിന്റെ വലിയൊരു പ്ലേലിസ്റ്റ് തന്നെ ഉണ്ട്. ഇത് കുറേ ടെക്നിക്സ്, പ്രോഗ്രസീവ് മസ്കുലർ റിലാക്സേഷൻ, ബ്രീത്തിങ് ടെക്നിക്സ്, കുറേ കാര്യങ്ങൾ അതിനകത്ത് ഞാൻ പറയുന്നുണ്ട്. അതൊക്കെ ഒന്ന് കാണുക, കണ്ടിട്ട് മൈൻഡ് കൂളാക്കി തന്നെ നാളത്തെ പരീക്ഷയ്ക്ക് പോവുക. നാളെ എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരേണ്ട പിക്ചേഴ്സ്, വിഷ്വൽസ് എന്ന് പറയുന്നത്, നിങ്ങൾ ജയിക്കാൻ ആഗ്രഹിക്കുന്ന കുറെ ആൾക്കാരുണ്ട്, നിങ്ങൾ ജയിച്ചു കാണാൻ ആഗ്രഹിക്കുന്ന കുറെ ആൾക്കാർ, നിങ്ങളുടെ വീട്ടുകാർ, നിങ്ങളുടെ അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ, അവരുടെ പ്രതീക്ഷയാണ് നിങ്ങൾ. അവരുടെ ഒരു മനസ്സ് വേണം നിങ്ങളുടെ മൈൻഡിൽ എപ്പോഴും ഉണ്ടാവാൻ. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, നിങ്ങളെ ഈ ഒരു ലെവലിൽ എത്തിക്കാൻ വേണ്ടി നിങ്ങളുടെ പേരൻസ് എത്രത്തോളം സാക്രിഫൈസ് ചെയ്ത്, അവരെ എത്രത്തോളം കാര്യങ്ങൾ വേണ്ടെന്ന് വെച്ചിട്ടായിരിക്കും നിങ്ങൾ ഇവിടെ എത്തിച്ചിട്ടുണ്ടാവുക.
ഓക്കെ, ചില ചട്ടിക്കടവ് തട്ടിമുട്ടി നിൽക്കും. നിങ്ങൾ ചിലപ്പോൾ എക്സാമിന്റെ സമയത്ത് അവരോട് ഉടക്കിയെന്നൊക്കെ ഇരിക്കുന്നൊന്നും സാരമില്ല. പക്ഷെ എൻഡ് ഓഫ് ദി ഡേ നിങ്ങളുടെ പേരൻസിന്റെ ഒരു പ്രൗഡ് ഫേസ്, നിങ്ങൾ റാങ്ക് ലിസ്റ്റിലേക്ക് എത്തിക്കഴിയുമ്പോൾ നിങ്ങളുടെ പേരൻസിന്റെ ആ ഒരു അഭിമാനം അത് മനസ്സിലാക്കുക, അത് ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോവുക. അപ്പോൾ എല്ലാം നമ്മൾ നമുക്ക് വേണ്ടി ചെയ്യുന്നു എന്നുള്ള ചിന്ത ചെയ്യുമ്പോഴാണ് നമുക്ക് സ്ട്രെസ്സും ടെൻഷനും ആങ്സൈറ്റിയും കൂടുന്നത്. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേരൻസിന് വേണ്ടിയിട്ടും നിങ്ങളെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടും സർവോപരി സൊസൈറ്റിക്ക് വേണ്ടിയിട്ടുമാണ്. അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ചെയറാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. ജനങ്ങൾക്ക് വേണ്ടി കുറേ നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, പോളിസി ഫോർമുലേഷൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇപ്പൊ എക്സാം ഹോളിൽ ടെൻഷൻ അടിക്കുമ്പോൾ ഇതൊന്നും ആലോചിച്ചാൽ മതി. നാളെ നിങ്ങളൊരു എന്താ പറയാ ഡെപ്യൂട്ടി സെക്രട്ടറി ഒക്കെ ആവുമ്പോൾ ഏറ്റെടുക്കുന്ന റെസ്പോൺസിബിലിറ്റീസ് അല്ലെ, അന്ന് അടിക്കുന്നതിന്റെ ടെൻഷനൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും ഒന്നുമല്ല. അപ്പൊ അത് വെച്ച് കമ്പയർ ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ടെൻഷനൊക്കെ അങ്ങ് അലിഞ്ഞു പൊക്കോളും. നാളത്തെ പരീക്ഷ മസ്റ്റായിട്ടും നന്നായിട്ടും എല്ലാവരും അറ്റൻഡ് ചെയ്യാം. നിങ്ങൾ പേപ്പർ 1 പേപ്പർ 2 രണ്ടും എഴുതണം. ഒരു പേപ്പർ സ്കിപ്പ് ചെയ്യരുത്. ഓക്കെ, കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യുക. നാളത്തെ ദിവസം നിങ്ങളുടെ ദിവസമായിരിക്കും, മൈ ഡേ, അങ്ങനെ കമന്റ് ചെയ്യൂട്ടോ. എക്സാം കഴിഞ്ഞിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസസ് ഉറപ്പായി ഷെയർ ചെയ്യാം. ഈ വീഡിയോ ആവശ്യമുള്ള നിങ്ങളുടെ ഒരു സുഹൃത്ത് കാണും, ടെൻഷൻ അടിച്ച് എവിടെയോ ഇരുന്ന് ഇങ്ങനെ ഭ്രാന്തെടുത്തിരിക്കുന്ന നിങ്ങളുടെ സുഹൃത്ത് കാണും. അദ്ദേഹത്തിനും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ നിങ്ങൾ കെയർ ചെയ്യുന്നുണ്ടെന്ന് അദ്ദേഹത്തെ അറിയിക്കാം. ഓൾ ദി ബെസ്റ്റ്, ബൈ.